എൻ്റെ പേര് അനു തോമസ്, വീട് കൂട്ടുപുഴ. ഞാനൊരു നേഴ്സായി ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു. ആദ്യമായി തന്നെ ബന്ധിതനായ ഈശോയ്ക്കും കർമ്മലീത്ത മാതാവിനും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻസി സമയത്ത് 6-ാം മാസത്തിൽ സഹിക്കാൻ പറ്റാത്ത കഴുത്തുവേദനയുണ്ടായി. കഴുത്ത് അനക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ. ഹോസ്പിറ്റലിൽ കാണിച്ചു. പ്രഗ്നന്റ് ആയതിനാൽ ടെസ്റ്റ് ചെയ്യാനോ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാനോ ഡോക്ടേഴ്സ് വിസമ്മതിച്ചു. വേദനയുടെ ടാബ്ലറ്റ് പോലും തരാൻ തയ്യാറായില്ല. ഫിസിയോതെറാപ്പി മാത്രം അഡ്വൈസ് ചെയ്തു. തുടർച്ചയായി 10 ദിവസം ചെയ്തിട്ടും ഒരു മാറ്റവും ഉണ്ടായില്ല. അങ്ങനെയിരിക്കെ എൻ്റെ വല്യമ്മ ആവിലാസദനയിൽ വരികയും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുട്ടയിലെഴുകയും എന്നെ കൊണ്ട് പ്രാർത്ഥന ചൊല്ലിക്കാൻ തരികയും ചെയ്തു. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും കഴുത്തനക്കാനും പഴയ രീതിയിലാവുകയും ചെയ്തു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എൻ്റെ പേര് ആൻമരിയ, സ്ഥലം സ്ത്രീകണ്ഠാപുരം. ഞാനൊരു നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. എൻ്റെ 2-ാം വർഷത്തെ പരീക്ഷയിൽ വിജയം ലഭിക്കുന്നതിനായി ബന്ധിതനായ ഈശോയോടും ആവിലായിലെ അമ്മ ത്രേസ്യയോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് സെക്കൻഡറിയിൽ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ഞാൻ വിജയിച്ചു. എനിക്ക് ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് അമൃത, ഭർത്താവ് ജിനോ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും കുട്ടികൾ ഉണ്ടാവാത്തത് കൊണ്ട് എൻ്റെ സഹോദരി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും സാക്ഷ്യം നൽകാമെന്ന് നേരുകയും ചെയ്തു. തൽഫലമായി ഞങ്ങളുടെ 3-ാം വിവാഹ വാർഷികത്തിന്റെ തലേന്ന് 11/6/2020 ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞു പിറന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവിന് നന്ദി പറയാം. സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ച കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. എൻ്റെ പേര് ജിനി ജോൺസൺ, സ്ഥലം പടിയൂർ. എനിക്ക് ഇസ്രയേലിൽ പോകാൻ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഫെബ്രുവരിയിൽ അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, ലോണെല്ലാം വേഗം ശരിയായി പോകാൻ സാധിക്കട്ടെ എന്ന്. സാധിക്കുമ്പോൾ വന്ന് പ്രാർത്ഥന കൂടാനും പറഞ്ഞു. എന്തായാലും ദൈവം എനിക്ക് ഏപ്രിൽ 1-ാം തീയതി വിസ തന്നു. ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ എന്നെ സഹായിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കാനും ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത അച്ഛനും നന്ദി പറയുന്നു. തടസ്സം മാറാൻ കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് കരമടിച്ച് നന്ദി പറയാം. വിളിക്കാം ഈശോയേ. എൻ്റെ പേര് സിൽവി മാത്യു, നെടുമുണ്ടയിൽ നിന്ന് വരുന്നു. എനിക്ക് ജർമ്മൻ B2 2 മോഡ്യൂൾ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി 2 മോഡ്യൂൾ കിട്ടുന്നില്ലായിരുന്നു. എക്സാം എഴുതി കഴിഞ്ഞ് ആവിലയിൽ വന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും കഴിഞ്ഞ 5 ആഴ്ചയായി ഇവിടെ വന്ന് ബന്ധിതനായ ഈശോയുടെ മുൻപിൽ കെട്ടിയിട്ട് പ്രാർത്ഥിക്കുകയും മുട്ടിന്മേൽ എഴുതുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിട്ട് പോയപ്പോൾ തന്നെ റിസൾട്ട് വരികയും നല്ല മാർക്കോടെ പാസ്സാവുകയും ചെയ്തു. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി. നന്ദി പറയാം. ജർമ്മൻ B2 പരീക്ഷ പാസ്സാവാൻ കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എൻ്റെ പേര് ബിന്ദു, ഞാൻ പേരട്ടയിൽ നിന്ന് വരുന്നു. എൻ്റെ മകൾക്ക് BSc നഴ്സിംഗിന് പരീക്ഷയുടെ സമയത്ത് പനിയായിരുന്നു. കൂടാതെ അവൾക്ക് ഭയങ്കര പേടിയും ഭയവുമായിരുന്നു. ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം എഴുതിയിടാമെന്നും മുട്ടിലെഴയാമെന്നും അരി വാങ്ങി നേർച്ച നൽകാമെന്നും പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി പാസ്സായി. കൂടാതെ എൻ്റെ ഭർത്താവിൻ്റെ കാലിന് ഷുഗർ വന്ന് ഇൻഫെക്ഷൻ ആയതിന്റെ ഫലമായി കാലിന് നീര് വന്ന് നടക്കാൻ കഴിയാതെയായി. ഞാൻ ഇവിടെ വന്ന് സാക്ഷി എഴുതിയിടാമെന്ന് നേർന്നതിന്റെ ഫലമായി എല്ലാം സുഖമായി. കൂടാതെ എൻ്റെ മോൾക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി ലഭിച്ചാൽ സാക്ഷ്യം എഴുതിയിടാമെന്നും മുട്ടിൽ ഇഴയാമെന്നും കുർബാന ചൊല്ലിക്കാമെന്നും നേർന്നതിന്റെ ഫലമായി നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലിയും കിട്ടി. പ്രാർത്ഥിച്ച അച്ഛനും ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി. പരീക്ഷ പാസ്സായി, കാലിന്റെ നീര് മാറി, ജോലി കിട്ടി, എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നൽകുന്നതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എൻ്റെ പേര് ജോസ്, ചെങ്ങോത്തു നിന്ന് വരുന്നു.
എന്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. മകൾക്ക് ജോലിക്ക് വേണ്ടി 7 വ്യാഴാഴ്ച ഇവിടെ വന്ന് ശുശ്രൂഷയിൽ പങ്കുകൊള്ളാമെന്നും 33 പ്രാവശ്യം മുട്ടിൽ നടന്നുകൊള്ളാമെന്നും നേർച്ച പൂർത്തിയാകുന്നത് വരെ ദിവസം 33 പ്രാവശ്യം യേശുവെ നിന്റെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ചൊല്ലാമെന്നും നേർന്നിരുന്നു. നേർച്ച പൂർത്തിയാകുന്നതനുസരിച്ച് ജോലി നൽകണമെന്നും പ്രാർത്ഥിച്ചിരുന്നു. നേർച്ച പൂർത്തിയായി ും മകൾക്ക് ജോലി തന്ന് ഈശോ അനുഗ്രഹിച്ചു. 3/3/2025 മകൾ UK ജോലിക്ക് പോയി. പറഞ്ഞതിന് പ്രകാരമുള്ള ജോലി ലഭിച്ചു. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മലനാഥയ്ക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലി യേശുനാമം വിളിച്ച് പ്രാർത്ഥിച്ചു. UK കർത്താവ് നല്ല ജോലി നൽകി മകളെ അനുഗ്രഹിച്ചു. കൈയടിച്ച് നന്ദി പറയാം. നമുക്ക് കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഈശോയെ, ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. എന്റെ പേര് സതീശൻ, പടിയൂരിൽ നിന്ന് വരുന്നു. എന്റെ പെങ്ങളിലൂടെയാണ് ആവില പള്ളിയെ കുറിച്ച് അറിഞ്ഞത്. പെങ്ങളുടെ കൂടെ ആവില പള്ളിയിൽ വന്ന് റാപ്സനച്ചനെ കാണുകയും അനുഗ്രഹം വാങ്ങി പോരുകയും ചെയ്തു. പിന്നീട് എല്ലാ വ്യാഴാഴ്ചകളിലും പള്ളിയിൽ നടക്കുന്ന ശുശ്രൂഷകളിൽ പങ്കെടുക്കാറുണ്ട്. കൂടാതെ അച്ഛൻ തന്നിരുന്ന പ്രാർത്ഥനാ കാർഡിലെ ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലുകയും 101 പ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കുകയും രാത്രിയിലെ ശുഭരാത്രി വചന ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട്. നടുവേദന കൊണ്ട് കഷ്ടപ്പെടുന്ന എനിക്ക് 3 വ്യാഴാഴ്ചകളിൽ പ്രാർത്ഥനയിൽ പങ്കെടുത്തതോടുകൂടി എന്റെ നടുവേദന പൂർണ്ണമായും ഈശോ സൗഖ്യപ്പെടുത്തി തന്നു. കാഴ്ചശക്തിയുടെ അഭാവത്തിൽ കണ്ണട ഉപയോഗിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഈശോ കാഴ്ചശക്തി തിരിച്ചു തന്നതിനാൽ കണ്ണട ഉപേക്ഷിച്ചു. പതിവായി എന്റെ ശരീരത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ പ്രഷറും ഷുഗറും ഈശോ നോർമലാക്കി തന്ന് അനുഗ്രഹിച്ചു. ഈശോയുടെ കാരുണ്യത്താൽ ഞാനിപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു. കൂടാതെ കുടുംബത്തിൽ ഒട്ടേറെ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിക്കുകയുണ്ടായി. വർഷങ്ങളായി കായ്ക്കാതിരുന്ന തെങ്ങ്, റംബൂട്ടാൻ എന്നിവയിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉപ്പ് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വിതറി ഒരാഴ്ചയ്ക്കുള്ളിൽ അവ കായ്ച്ചു തുടങ്ങി. കൂടാതെ എനിക്കും എന്റെ കുടുംബത്തിനും പ്രാർത്ഥനയുടെ ഫലമായി ഒട്ടേറെ ആത്മീയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയിലൂടെ ഈശോയോട് കൂടുതൽ അടുക്കുവാനും സംവദിക്കുവാനും എനിക്കും എന്റെ കുടുംബത്തിനും സാധ്യമാകുന്നു. ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന ബന്ധനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ സതീശന് കിട്ടിയത്, പടിയൂരിൽ നിന്നുള്ള സതീശന് കിട്ടിയത് സതീശൻ എഴുതിയിരിക്കുക. സതീശന്റെ നടുവേദന മാറി. അതുപോലെ കാഴ്ച ശക്തി, കണ്ണട ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ കണ്ണട ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാഴ്ച ശക്തി തിരിച്ചു കിട്ടി. കണ്ണട ഉപേക്ഷിക്കാൻ സാധിച്ചു. പ്രഷറും ഷുഗറും നോർമലായി. അങ്ങനെ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു എന്ന സാക്ഷ്യം പറയുന്നതിന് മുമ്പ് സതീശൻ വേറെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണത്? അത് പ്രധാനപ്പെട്ടതാണ്. നടുവേദന മാറി എന്നുള്ളതും കാഴ്ചശക്തി തിരിച്ചു കിട്ടി, പ്രഷർ ഷുഗർ നോർമലായി. അതുപോലെ വെഞ്ചിരിച്ച ഉപ്പ് കൊണ്ടുപോയി ഇട്ടപ്പോൾ കുറെ വർഷങ്ങളായി കായ്ക്കാതിരുന്ന തെങ്ങ് കായ്ക്കുകയും റംബൂട്ടാൻ കായ്ക്കുകയും ഒക്കെ ചെയ്തതിന് മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങളിലേക്ക്. അതെന്താണ്? എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ വന്ന് ഈ സ്ഥലം കണ്ടതിന് ശേഷം എല്ലാ വ്യാഴാഴ്ചയും മുടങ്ങാതെ ആവിലയിൽ വന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ എല്ലാ ദിവസവും രാത്രിയിലുള്ള യേശുനാമജപവും ശുഭരാത്രി വചന ശുശ്രൂഷയിലും എല്ലാ ദിവസവും പങ്കെടുക്കുകയും ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ചൊല്ലുകയും യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് സതീശൻ എഴുതിയിരിക്കുന്നത്, എന്റെ നടുവേദന മാറി, കാഴ്ചശക്തി തിരിച്ചു കിട്ടി, ഫലങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി, ഷുഗറും ഇതൊക്കെ പ്രഷറൊക്കെ നോർമലായി. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ആണ് കർത്താവ് പറയുന്നത്, തന്റെ ഭക്തർക്ക്, തന്നെ അന്വേഷിക്കുന്നവർക്ക്, തന്നെ കാത്തിരിക്കുന്നവർക്ക്
അവിടുന്ന് ഒരു നന്മയും നിഷേധിക്കുന്നില്ല. കൈയടിച്ച കർത്താവിനെ ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, എന്റെ പേര് മേരി, ചേപ്പറമ്പിൽ നിന്ന് വരുന്നു. എന്റെ മകൾക്ക് കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി പറയുവാനാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. ഒക്ടോബർ മാസത്തിൽ ഉരുൾ നേർച്ചയിൽ പങ്കെടുത്തതിന്റെ ഫലമായി വളരെ നാളുകളായി സാധിക്കാതിരുന്ന തടസ്സങ്ങളെല്ലാം മാറി മോൾക്ക് കുവൈറ്റിൽ നേഴ്സായി ജോലി കിട്ടി. അതുപോലെ ഒരു കിണർ കുത്തിയപ്പോൾ വെള്ളം കിട്ടുകയാണെങ്കിൽ സാക്ഷ്യം എഴുതിയിടാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. 165 അടി കുഴിച്ചാലേ വെള്ളം കാണുകയുള്ളൂ എന്ന് പറഞ്ഞു. 60 അടി താഴ്ചയിൽ വെള്ളം കിട്ടി. ബന്ധിതനായ ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. മകൾക്ക് കുവൈറ്റിൽ ജോലി കിട്ടി, അതുപോലെ നല്ല വെള്ളം ചെറിയ താഴ്ചയിൽ നിന്ന് തന്നെ ലഭിച്ചു. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, പേര് മേരി, വീട് കേളകം. എന്റെ മകന് പനിയായിരുന്നു. 8 ദിവസമായിട്ട് ആവിലാപ്പള്ളിയിൽ വന്ന് സാക്ഷ്യം എഴുതിയിട്ടോളാമെന്ന് പറഞ്ഞതിന്റെ ഫലമായി അസുഖം മാറി. കർമ്മല മാതാവിനും അമ്മ ത്രേസ്യയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി. പനി മാറ്റിയ കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, എന്റെ പേര് മേരി, ഞാൻ ചന്ദനക്കാമ്പാറയിൽ താമസിക്കുന്നു. എന്റെ മകന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. എന്റെ മകൻ 18 വയസ്സായപ്പോൾ ഗൾഫിൽ പോകാൻ പാസ്പോർട്ട് എടുത്തു വെച്ചതാണ്. പക്ഷെ അവന് പോകാൻ ഭയങ്കര തടസ്സങ്ങളായിരുന്നു. 16/1/2025 ജനുവരി മാസം മോൻ ആദ്യമായി ആവിലാപ്പള്ളിയിൽ വന്നു. പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം 3 ദിവസം കഴിഞ്ഞ് മോന് വിസ വന്നു. ഒമാനിൽ പോയി അവിടെ ജോലിക്ക് പ്രവേശിച്ചു. അവന്റെ മുഖത്ത് നിറയെ കാരയായിരുന്നു. ഇവിടുന്ന് കിട്ടിയ എണ്ണ കൊണ്ടുപോയി മുഖത്ത് പുരട്ടുകയും കാരമൊത്തം മാറുകയും ചെയ്തു. ഇത്രയേറെ അനുഗ്രഹം തന്ന ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഒത്തിരി നാളുകളായി കാത്തിരുന്നിട്ട് വരാതിരുന്ന വിസ അവിലയിൽ വന്ന് പ്രാർത്ഥിച്ചു. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. യേശുനാമം വിളിക്കാൻ തുടങ്ങി. 3-ാം ദിവസം ഒത്തിരി നാളുകളായിട്ട് പെൻഡിങ്ങിലായിരുന്ന വിസ വരാനും ജോലിയിൽ പ്രവേശിക്കാനും സാധിച്ചു. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, എന്റെ പേര് ശോഭ. ഞാൻ വരുന്നത് ആർളം ഫാമിൽ നിന്നാണ്. ഞാൻ എനിക്ക് വേണ്ടിയും എന്റെ ആന്റിക്ക് വേണ്ടിയുമാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. എന്റെ ആന്റിക്ക് കരൾ വീക്കം ഉണ്ടായിട്ട് 5 വർഷമായി. ഇന്നും സ്ഥിരമായി ഗുളിക കഴിക്കുന്നുണ്ട്. ഒരു ദിവസം പെട്ടെന്ന് രക്തം കുറയുകയും രക്തം ഛർദ്ദിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ പരിയാരത്ത് കൊണ്ടുപോവുകയും ചെയ്തു. ICUവിലായിരുന്നു. പിന്നീട് വാർഡിലേക്ക് മാറ്റിയെങ്കിലും 2 ദിവസം കഴിഞ്ഞപ്പോൾ വയറ്റിൽ നിന്ന് രക്തം പോവുകയും ചെയ്തതോടെ വീണ്ടും ICUവിലേക്ക് തന്നെ മാറ്റി. ഞങ്ങൾ പള്ളിയിൽ വരികയും ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. കൂടാതെ അച്ഛനെ കാണുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ അസുഖം കുറവായാൽ സാക്ഷ്യം എഴുതാമെന്ന് നേർന്നു. അതുകൂടാതെ ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥനയും 101 പ്രാവശ്യം യേശുനാമവും ചൊല്ലുകയും ഈശോ എന്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും, ഇതുവരെ കാത്ത ഈശോ ഇനിയും കാത്തുകൊള്ളും, ഈശോയുടെ സ്നേഹവും സമാധാനവും എന്നിൽ നിറഞ്ഞു കവിയുന്നു എന്ന പ്രാർത്ഥനകൾ ചൊല്ലുകയും ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് രക്തം പരിശോധിച്ചിട്ട് വീണ്ടും ഡോക്ടറെ കാണാൻ പറഞ്ഞു. 9 പോയിന്റ് രക്തമെങ്കിലും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ 10 പോയിന്റ് രക്തം നൽകി ഈശോ ആന്റിയെ അനുഗ്രഹിച്ചു. കൂടാതെ ഇപ്പോൾ എല്ലാ അസുഖവും കുറവാക്കുകയും ചെയ്തു. ഈശോയെ നന്ദി. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. എന്റെ പേര് ലിറ്റി. ഞാൻ പയ്യാവൂർ ഡിവൈൻ മേഴ്സി ചർച്ച് ഇടവകാംഗമാണ്. എന്റെ തൊണ്ടയിൽ മുഴയുണ്ടായിരുന്നു. ആ മുഴയിൽ നിന്നും കുത്തിയെടുത്ത് പരിശോധിച്ചപ്പോൾ ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു. ഉടൻ തന്നെ സർജറി ചെയ്ത് തൈറോയിഡ് ഗ്രന്ഥി എടുത്ത് കളയാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. സർജറിക്ക് പോകുന്നതിന് മുൻപ് ഞങ്ങൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് കാര്യം പറഞ്ഞു. ഉടൻ തന്നെ അച്ഛൻ വായിൽ നിന്ന് ഉമിനീരെടുത്ത് എന്റെ തൊണ്ടയിൽ പുരട്ടി. ഈശോയുടെ സ്നേഹവും സമാധാനവും എന്നിൽ നിറയുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനും പറഞ്ഞു. ഫെബ്രുവരി 11 കോഴിക്കോട് MVRൽ വെച്ച് സർജറി ചെയ്തു. സർജറി ചെയ്ത് അടുത്ത
എടുത്ത ഭാഗം വീണ്ടും ടെസ്റ്റിന് അയച്ചു. അതിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ യാതൊരു രോഗവും ഇല്ല എന്നുള്ള റിപ്പോർട്ടാണ് കിട്ടിയത്. ഇനി തുടർ ചികിത്സയൊന്നും വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് നടുവിന് വലിയൊരു സാക്ഷ്യമാണ്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതായത് കുത്തിയെടുത്ത് പരിശോധിച്ചപ്പോൾ ക്യാൻസർ ആണ് എന്ന് പറഞ്ഞതിന് ശേഷം സർജറിക്ക് പോകുന്നതിന് മുൻപാണ് ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. കർത്താവ് തന്റെ വചനം അയച്ച് തന്റെ നാമത്തിന്റെ യോഗ്യതകളാൽ ആ സഹോദരിയുടെ തൊണ്ടയിലുണ്ടായിരുന്ന ആ ക്യാൻസർ സെല്ലുകളെ എടുത്തു മാറ്റിയതിന്റെ ഫലമായി സർജറി ചെയ്ത് ആ മുഴ പരിശോധിക്കുമ്പോൾ അവിടെ ക്യാൻസർ ഇല്ല എന്ന റിപ്പോർട്ടും ഇനി കീമോയോ റേഡിയേഷനോ ക്യാൻസറുമായി ബന്ധപ്പെട്ട ഒരു ചികിത്സയും വേണ്ട എന്ന ഒരു മെഡിക്കൽ റിപ്പോർട്ടും ലഭിക്കാൻ കർത്താവ് ഇടവരുത്തിയ വലിയ അത്ഭുതത്തെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. സഹോദരിയോട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവൂ. ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് നടുവിന് വേദനയായിരുന്നു. ഞാൻ ഒരിടത്തിരുന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിവർന്നു നിൽക്കാൻ പറ്റത്തില്ല. ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് വളഞ്ഞാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഡോക്ടറെ കണ്ട് MRI എടുത്തു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ ഒരു സർജറി ചെയ്യണമെന്നാണ് 3 ഡോക്ടർമാരെ കാണിച്ചപ്പോഴും പറഞ്ഞത്. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛന്റെ റൂമിലിരുന്ന 10 കിലോയുടെ ഒരു അരിച്ചാക്കെടുത്ത് താഴെ കുരിശടി വരെ ഈശോയെ എന്റെയും എന്റെ കുടുംബത്തിന്റെയും കാര്യം നോക്കിക്കൊള്ളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി വരാൻ പറഞ്ഞു. ഞാൻ അച്ഛൻ പറഞ്ഞതുപോലെ ചെയ്തു. ഇപ്പോൾ 6 മാസമായി സർജറി കൂടാതെ എന്റെ നടുവിന്റെ ബുദ്ധിമുട്ട് മാറി. എന്റെ മകൻ ബൈക്ക് മറിഞ്ഞ് തോട്ടിലേക്ക് വീണു. ആ വീഴ്ചയിൽ മോന്റെ ഷോൾഡർ ഇറങ്ങി പോവുകയും പൊട്ടലുണ്ടാവുകയും ചെയ്തു. ഡോക്ടർ ഷോൾഡർ പിടിച്ചിട്ട് കൈക്ക് പ്ലാസ്റ്റർ ഇട്ടു. 3 മാസം കഴിഞ്ഞ് ഒരു MRI കൂടി എടുത്താലേ കൈക്ക് സർജറി വേണോ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. സർജറി കൂടാതെ മകന്റെ കൈ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വ്യാഴാഴ്ചകളിലും എഴുതി കെട്ടിയിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സർജറി കൂടാതെ മകന്റെ കൈ സുഖപ്പെട്ടു. അച്ഛനെ കണ്ട് അനുഗ്രഹം മേടിച്ചു പോയി പരീക്ഷ എഴുതിയതിന്റെ ഫലമായി മകൾ ഡിസ്റ്റിങ്ഷൻ മാർക്കോടെ 3ാം വർഷ നഴ്സിംഗ് പരീക്ഷ പാസ്സായി. മകൻ ജർമ്മൻ B2 പരീക്ഷയും പാസ്സായി. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ ബന്ധിതരായ ഈശോയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. പ്രിയപ്പെട്ടവരെ, 3 ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന സമയത്താണ് സഹോദരി ഇവിടെ വരികയും നടക്കുമ്പോൾ ഒരു വശത്തേക്ക് ചരിഞ്ഞു പോകുന്ന ഒറ്റക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. നമ്മുടെ 10 കിലോ അരി എടുത്ത് കുരിശടി വരെ നടക്കാൻ പറ്റുന്ന വിധത്തിൽ കർത്താവ് സുഖപ്പെടുത്തിയതിനെ ഓർത്ത് മറ്റുള്ള അനുഗ്രഹങ്ങൾ മക്കൾക്ക് ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. അന്തർ കണ്ടതും ചെകിട കേട്ടതും യേശുനാമത്തിൽ, മരണം തോറ്റതും ലാസറുയർത്തതും യേശുനാമത്തിൽ. ലിസി കൊട്ടിയൂർ. എന്റെ സഹോദരന്റെ മകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. സഹോദരന്റെ മകന്റെ കാല് ബൈക്ക് മറിഞ്ഞ് മുട്ടിന്റെ താഴെ വെച്ച് വട്ടം ഒടിഞ്ഞുപോയി. സർജറി ചെയ്തു. പക്ഷേ കാലിന്റെ എല്ല് ചേർത്തടുപ്പിച്ചില്ല. എല്ല് വളർന്നു ചേരണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് ഒരു മേജർ സർജറി കൂടി ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് പ്രാർത്ഥനാ സഹായം എഴുതിയിട്ട് പിന്നീട് ഒരു സർജറിയും കൂടാതെ ഇപ്പോൾ നടക്കാൻ തുടങ്ങി. സഹോദരന്റെ മകൾക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കെട്ടിയിട്ടതിന്റെ ഫലമായി ഫസ്റ്റ് ചാൻസിൽ തന്നെ MOH പാസ്സായി. സൗദിയിൽ ജോലി ലഭിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ കർമ്മല മാതാവിനും ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി. പേര് ഏലിയാമ്മ, സ്ഥലം ചുഴലി. തൊഴിലുറപ്പിന്റെ പൈസ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. പൈസ കിട്ടിയാൽ ഇവിടെ അരി വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ എന്റെ തൊഴിലുറപ്പിന്റെ പൈസ കിട്ടി. ഞാൻ ഇവിടെ അരിയുടെ പൈസ കൊടുത്തു. എന്റെ പേര് തങ്കച്ചൻ, സ്ഥലം വട്ടിയാംതോട്. ഞാൻ എന്റെ ഒരു സ്ഥല കച്ചവടം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച് അപേക്ഷ ബന്ധിതനായ ഈശോയുടെ തിരുമുൻപിൽ കെട്ടിയിടുകയും അമ്മ ത്രേസ്യയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു.
അതിന്റെ ഫലമായി എന്റെ സ്ഥലം കച്ചവടം നടന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും നന്ദി. പറയാം, ഈശോയേ. എന്റെ പേര് മേരി. ഞാൻ ചെമ്പേരിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ ധ്യാനത്തിന് പോയി. എങ്കിലും ഞാൻ മുടങ്ങാതെ വന്നിരുന്നു. ഞാൻ വന്നത് എന്റെ വയറിന്റെ വലതുവശത്ത് ഒരു മുഴയുണ്ടായിരുന്നു. വലിയ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. വീട്ടിൽ പറഞ്ഞപ്പോൾ ആശുപത്രിയിൽ പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ആവിലയിൽ പോയി ബന്ധിതനായ ഈശോയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. 8ാമത്തെ ആഴ്ച ഞാൻ അച്ഛനെ കണ്ടു പറഞ്ഞു. എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പിന്നെ എന്റെ കയ്യിൽ തൈലം ഒഴിച്ചു തന്ന് അത് ആ വശത്ത് തേക്കാൻ പറഞ്ഞു. തേച്ചു. അച്ഛൻ പിന്നെയും എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ആ വശത്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ആ മുഴയില്ല. ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഒത്തിരി നാളുകളായി വയറ്റിലുണ്ടായിരുന്ന മുഴ, ഇങ്ങനെ തള്ളി നിന്നിരുന്ന മുഴ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഹോളി വാട്ടർ തൂത്ത് പ്രാർത്ഥിച്ച സമയത്ത് തന്നെ അത് അപ്രത്യക്ഷമാകാൻ കർത്താവ് ഇടവരുത്തിയ വലിയ അത്ഭുതത്തെ ഓർത്ത് നമുക്ക് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എന്റെ പേര് ജോയ് ഫ്രാൻസിസ്. എന്റെ മകൾ ജീൻ സോന ഫ്രാൻസിസിന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. ജീൻ സോന BSc നഴ്സിംഗ് പാസ്സായതും OET പരീക്ഷ എഴുതി ജയിച്ചതും ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ്. അവളുടെ വലിയ അനുഗ്രഹമായിരുന്നു വിദേശത്ത് പോയി നഴ്സായി ജോലി ചെയ്യാൻ. ഞാൻ വളരെ കടബാധ്യത ഉള്ള ഒരാളായിരുന്നു. ഞാനും അങ്ങനെ ആഗ്രഹിച്ചു. കഴിഞ്ഞ ഒക്ടോബർ മാസം ഞാൻ ഇവിടെ വന്ന് ഉരുൾനേർച്ചയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതും ഈ നിയോഗത്തിനായിട്ടായിരുന്നു. പല പ്രാവശ്യം റാപ്സനച്ചന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച അനുഗ്രഹം വാങ്ങിയിരുന്നു. മുട്ടിലെഴിഞ്ഞ് പ്രാർത്ഥിച്ചും നിയോഗം എഴുതി കെട്ടിയിട്ട് സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്നിരുന്നു. നിരന്തരം വന്ന് പ്രാർത്ഥനയിലും വചന സന്ദേശം ശ്രവിക്കുകയും ചെയ്തു. പ്രത്യാശ നേടിയിരുന്നു. കരുണയുടെ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയിൽ നിരന്തരം ചൊല്ലിയിരുന്നു. ഈശോയുടെ കരുണ കൊണ്ട് 2025 ഏപ്രിൽ 28 മുതൽ അവൾ അയർലൻഡിൽ നഴ്സായി ജോലി ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ തിങ്കളാഴ്ച, അതാണ് ഏപ്രിൽ 28-ാം തീയതി ആ മകൾക്ക് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തെ 2024 ഒക്ടോബർ 14 ഉരുൾനേർച്ചയിലെ ഒരു 3 നിയോഗങ്ങളിൽ ഒന്നായിരുന്നു ജോലി തടസ്സം മാറുക എന്നത്. ഒത്തിരിയേറെ മക്കൾക്ക് കർത്താവ് നല്ല ജോലി നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം, ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. എന്റെ പേര് മോളി. ഞാൻ പൈസക്കരിയിൽ നിന്ന് വരുന്നു. എന്റെ തലയുടെ പുറകുവശം തല്ലി ഞാനൊന്ന് വീണിരുന്നു. തലകറക്കവും വേദനയും ഉണ്ടായി. പല ആശുപത്രികളിൽ മാറി മാറി മരുന്ന് മേടിച്ചു. ഒരു ഫലവും കിട്ടിയില്ല. അച്ഛൻ പയ്യാവൂർ പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അച്ഛൻ വേദനയുള്ള ഭാഗത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു. എന്റെ വേദനയും തലകറക്കവും പൂർണ്ണമായി മാറിക്കിട്ടി. പിന്നീട് വേദനയും വിഷമങ്ങളും ഉണ്ടായിട്ടില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഒത്തിരി നാളുകളായിട്ടുണ്ടായിരുന്ന തലവേദന, തലകറക്കം കർത്താവ് എടുത്തു മാറ്റിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എന്റെ പേര് കുഞ്ഞുമോൻ. ഞാൻ പൈസക്കരിയിൽ നിന്ന് വരുന്നു. ഞാൻ അച്ഛനോട് എന്റെ സ്ഥലം ഒന്ന് വിറ്റ് തരണമെന്ന് പറഞ്ഞു. വിറ്റുമാറി അകലെ പോയാൽ പള്ളിയിൽ വരുവാൻ പറ്റുമോന്ന് അച്ഛൻ എന്നോട് ചോദിച്ചു. വിറ്റുമാറണ്ട, അടുത്ത സ്ഥലം വാങ്ങി വീട് വെച്ചാൽ പോരെ എന്ന് അച്ഛൻ എന്നോട് ചോദിച്ചു. അത് മതിയെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞതുപോലെ വീടിനടുത്ത് സ്ഥലം വാങ്ങാൻ എനിക്ക് സാധിച്ചു. എനിക്ക് ഈ അനുഗ്രഹം തന്ന ആവില അമ്മയോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാ
യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് സിസ്റ്റർ ജസീന്ത, ഡൊമിനിക്കൻ സിസ്റ്ററാണ്. എനിക്ക് ലഭിച്ച വിജയത്തിന് നന്ദി പറയുവാനായിട്ടാണ് ഞാൻ ഈ അൾത്താരയിലായിരിക്കുന്നത്. ഞാൻ 3 തവണ കേട്ടിട്ട് എക്സാം എഴുതി. 3 തവണയും എനിക്ക് പാസ്സാകാൻ സാധിച്ചില്ല. അവസാനമായിട്ട് എക്സാം എഴുതിയത് ജൂൺ മാസത്തിലായിരുന്നു. ഒത്തിരിയേറെ വിഷമമായിരുന്നു. പിന്നെ ഓരോരുത്തർ ചോദിക്കുമ്പോൾ നാണക്കേടും. അപ്പം അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിനോട് ഞാൻ ഒത്തിരിയേറെ പരാതി പറഞ്ഞു, ഒപ്പം ഈശോയോടും. അതിനുശേഷം ജൂലൈ മാസം 16-ാം തീയതി കർമ്മല മാതാവിൻ്റെ തിരുനാളിൻ്റെ അന്ന് തിരുനാൾ കഴിഞ്ഞു ഊട്ടുനേർച്ച കഴിക്കുന്ന സമയത്ത് റാപ്സൻ അച്ഛൻ എന്നോട് പെട്ടെന്ന് തിരുനാളിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് എന്നോട് ചോദിച്ചു, എക്സാം എത്ര പ്രാവശ്യം എഴുതിയെന്ന് ചോദിച്ചു. അപ്പം തന്നെ ഉള്ളിൽ നിന്ന് ഒരു ആന്തരം വന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു 3 പ്രാവശ്യം എഴുതിയെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്റർ അടുത്ത പ്രാവശ്യം എക്സാം എഴുതിക്കോ, എന്തായാലും വിജയിക്കുമോ എന്ന് പറഞ്ഞു. അപ്പം ഞാനത് വിശ്വസിച്ചു. റാപ്സൻ അച്ഛൻ്റെ നാവിലൂടെ പരിശുദ്ധ കന്യകാമറിയമാണ് എന്നോട് സംസാരിച്ചതെന്ന്. അങ്ങനെ ഞാനത് വിശ്വസിച്ചു. പിന്നീട് എക്സാമിന് വേണ്ടി ഞാൻ കാത്തിരുന്നു. അങ്ങനെ ജനുവരിയിലായിരുന്നു അടുത്ത എക്സാം നടന്നത്. ആ എക്സാമിൻ്റെ ദിവസവും ആവിലപ്പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് റാപ്സൻ അച്ഛൻ കുർബാനയുടെ സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് സെബാസ്റ്റ്യൻ അച്ഛനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ എക്സാമിന് പോകുന്ന വഴിക്കെല്ലാം, കണ്ണൂരായിരുന്നു സെൻറ്റർ, പോകുന്ന വഴിക്കെല്ലാം ഞാൻ ജപമാല ചൊല്ലുകയും കൂടാതെ തന്നെ ഇവിടുത്തെ പ്രാർത്ഥന, ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ഞാൻ ഒത്തിരി പ്രാവശ്യം ഞാൻ ചൊല്ലുകയും ചെയ്തു. അതിനുശേഷം 25-ാം തീയതി വെള്ളിയാഴ്ച റിസൾട്ട് വന്നു. ആ റിസൾട്ടിൽ എനിക്ക് ക്വാളിഫൈഡ് ചെയ്യാൻ സാധിച്ചു. പരിശുദ്ധ കന്യകാമറിയം എനിക്ക് വേണ്ടി ഈശോയുടെ മധ്യസ്ഥം യാചിച്ചു. അങ്ങനെ ഈശോ എനിക്ക് വിജയം നൽകി അനുഗ്രഹിച്ചു. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യായ്ക്കും ഒത്തിരി നന്ദി. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും എല്ലാവിധ ആത്മീയ ഉപദേശങ്ങളും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട റാപ്സൻ അച്ഛനും സെബാസ്റ്റ്യൻ അച്ഛനും ജോസഫ് അച്ഛനും, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ എല്ലാ സിസ്റ്റേഴ്സിനും എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ അമ്മച്ചിക്കും ഒത്തിരി നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, പരീക്ഷയൊക്കെ കഴിഞ്ഞ് ആൻസർ കീ ഒക്കെ നോക്കി കഴിഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അച്ഛാ തോറ്റി, കർത്താവ് മാതാവ് നമ്മളെ പറ്റിച്ചു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കേട്ടക്കിന്റെ പരീക്ഷ അതിന്റെ എക്സാം, അതിന്റെ റിസൾട്ട് പതിവില്ലാത്ത വിധം വൈകിയാണ് വന്നത്. അപ്പോൾ വൈകുന്തോറും സന്തോഷമാണ്, റിസൾട്ട് വന്നില്ലല്ലോ, തോറ്റിരിക്കുന്നല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് റിസൾട്ട്. വെള്ളിയാഴ്ച റിസൾട്ട് വന്നപ്പോൾ തോറ്റു എന്ന് വിചാരിച്ചിരുന്നത് കർത്താവ് വിജയം നൽകി അനുഗ്രഹിച്ചു. കഴിഞ്ഞ ജൂലൈ 16-ാം തീയതി കർമ്മല മാതാവിന്റെ തിരുനാളിന്റെ ദിവസം മാതാവ് പറഞ്ഞത്, ഈ പ്രാവശ്യത്തെ കർമ്മല മാതാവിന്റെ തിരുനാൾ നമ്മൾ പ്രഖ്യാപിച്ച് പിറ്റേ ദിവസം അല്ലേ, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കർമ്മല മാതാവിന്റെ ഈ വർഷത്തെ തിരുനാൾ നമ്മൾ പ്രഖ്യാപിച്ചത്. പിറ്റേ ദിവസം കർത്താവ് വിജയം നൽകി അനുഗ്രഹിച്ചു. കൈയടിച്ച് കർത്താവിനെ ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ ഈശോയേ. എൻ്റെ പേര് സുനിത എന്നാണ്. ഞാൻ ഫാമിന് വരുന്നു. എൻ്റെ മകൾക്ക് കാര്യം പറയുന്നത് ഞാൻ പറഞ്ഞു. മൂക്കിൽ ദശ വളർന്നത് കൊണ്ട് അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അത് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിച്ചു. അപ്പോൾ സൗഖ്യമാക്കപ്പെട്ടതിന് ഈശോയോടും മാതാവിനോടും അച്ഛനോടും ഞാൻ പ്രിയപ്പെട്ടവരെ, ഈ മകൾക്ക് ഷൈക എന്നാണ് മകളുടെ പേര്. 6 വയസ്സുള്ള മകളാണ്. മകൾക്ക് മൂക്കില് 2 വശത്തും അപ്പോ ദശ വന്ന് അടഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ സർജറി എപ്പോ ചെയ്യാനാണ് പറഞ്ഞത്? ഈ മാസം തന്നെ മൂക്കിലെ ദശ മാറ്റാൻ വേണ്ടി ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നതാണ്. അങ്ങനെയാണ് സുനിതയും മകളും കൂടെ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. അതിനുശേഷം ഇന്നലെ 30-ാം തീയതി
ഇന്നലെ വീണ്ടും ഡോക്ടറെ പോയി കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു ആ ദശ മാറിയിരിക്കുന്നു, അതിന്റെ ഓപ്പറേഷന്റെ ആവശ്യമില്ല. ഇന്നലെ ഡോക്ടറെ കണ്ടതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പോൾ കയ്യിലുള്ളത്. പക്ഷം പറഞ്ഞൊരു കാര്യം ചെയ്തു, മാറി എന്നുള്ളത് ഉറപ്പാണ്. എന്നാലും നമ്മൾ ഡോക്ടറാണല്ലോ ഇത് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത്, ഡോക്ടർ തന്നെ പറയട്ടെ ഇത് വേണ്ട. അപ്പോൾ അങ്ങനെ പോയി അമല ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ എഴുതി കൊടുത്തു. ഹല്ലേലൂയ. സുനിതയുടെ വീട് നമ്മുടെ ആറളം ഫാം. എത്രാം ബ്ലോക്കാണ്? 13-ാം ബ്ലോക്കിലാണ് അവർ താമസിക്കുന്നത്. കൈയടിച്ച കർത്താവിന് നന്ദി. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എന്റെ പേര് സിന്ധു, കാലാങ്കിന്ന് വരുന്നു. എനിക്ക് 10 വർഷമായി നടുവേദനയായിരുന്നു. ഇവിടെ വരികയും അച്ഛനോട് പ്രാർത്ഥിക്കുകയും എന്നോട് കാരുണ്യ ഹോസ്പിറ്റലിൽ പോയി ഞാൻ ഇവിടെ എക്സ്റേ എടുക്കുകയും ചെയ്തു. രണ്ട് ഡിസ്ക് തമ്മിൽ കൂട്ടി യോജിച്ചിരിക്കുകയും അതിൻ്റെ ഇടയുടെ ഞരമ്പ് കയറി എന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു. ഞാൻ മംഗലാപുരത്ത് പോകാൻ വേണ്ടി പിള്ളേരും ഭർത്താവും പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് രാവിലെ പള്ളിയിൽ പോയി അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു ഞാനിവിടെ വരികയും ഈസ്റ്റർ കഴിഞ്ഞ് തിങ്കളാഴ്ച അച്ഛൻ ഒറീസയ്ക്ക് പോകുന്ന ആഴ്ച ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛനെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛൻ എന്നോട് പറഞ്ഞു പിന്നെ 10 കിലോയുടെ ഒരു ചാക്ക് അരി തന്നിട്ട് അച്ഛൻ പറഞ്ഞു കുരിശടി പോയി തിരിച്ചു വരാൻ പറഞ്ഞു. അതുപോലെ ഞാൻ തിരിച്ചു വന്നു. അന്നേരം അച്ഛൻ എന്നോട് പറഞ്ഞു തല കുമ്പിടാൻ പറഞ്ഞു. അച്ഛനെ ഞാൻ തല കുമ്പിട്ട് നിലത്ത് തല കുമ്പിട്ട് നിന്നു. അച്ഛൻ എൻ്റെ നടുവിൽ അച്ഛൻ്റെ കാലിൻ്റെ വിരൽ കൊണ്ട് തൊടുകയും അച്ഛൻ ചോദിച്ചപ്പം വേദന മാറ്റമുണ്ടോ, തുള്ളി ചാടാൻ പറഞ്ഞു. ഞാൻ എണീറ്റ് കൈ മുകളിലോട്ട് കൊട്ടി തുള്ളി ചാടാൻ പറഞ്ഞു. തുള്ളി ചാടുകയും ചെയ്തു. ഈശോ എനിക്ക് എൻ്റെ വേദന മാറ്റി തരികയും ചെയ്തു. അത് കഴിഞ്ഞ് ഈസ്റ്റർ കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ ഇവിടെ വരികയും അച്ഛനെ കാണുകയും ചെയ്തു. അന്നേരം അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നടുവേദന കുറവുണ്ട്. അന്നേരം അച്ഛൻ എന്നോട് പറഞ്ഞു ഒരു എക്സ്റേയും കൂടി എടുത്ത് ഡോക്ടറെ കാണിച്ച് ഒരു എക്സ്റേയും കൂടി എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്ത് ഇന്ന് വന്ന് സാക്ഷ്യം പറയണം എന്നും അച്ഛൻ എന്നോട് പറയുകയും ചെയ്തു. അതിൻ്റെ ഫലമായി പക്ഷേ എൻ്റെ നടുവേദന പൂർണ്ണമായി മാറ്റി തന്നിരിക്കുകയാണ്. അതുപോലെ എൻ്റെ മോൾക്ക് സൗദിയിലേക്കുള്ള ഒരു എക്സാം ആയിരുന്നു. ഭയങ്കര വിഷമമായിരുന്നു പരീക്ഷയിൽ. ആ പരീക്ഷയിൽ അവൾ പോകുന്ന വഴി ഭയങ്കര തടസ്സങ്ങളൊക്കെ ആയിരുന്നു. ട്രാഫിക്കിൽ ബ്ലോക്ക് ആയിരുന്നു. അവളുടെ പരീക്ഷ കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് തോക്കും എന്ന് പറഞ്ഞ് ഉറപ്പോടെയാണ് അവൾ ഇവിടെ വരികയും ഞങ്ങളിവിടെ നിന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും അച്ഛൻ പറഞ്ഞു ടെൻഷൻ അടിക്കേണ്ട, എല്ലാം ശരിയാവുകയും ചെയ്തുകൊണ്ടെന്ന് അച്ഛൻ പറയുകയും അതിൻ്റെ ഫലമായി മിനിങ്ങാൻ അവൾക്ക് റിസൾട്ട് വരികയും 560-ൽ 500 മാർക്കോട് കൂടി അവൾ പാസ്സാവുകയും ചെയ്തു. ഇത്രയൊക്കെ നന്മകൾ നൽകി ഈശോയ്ക്കും ഈശോയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അതിന് 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയും. ഹല്ലേലൂയ. പണ്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഒറ്റ ശ്വാസത്തിൽ പാട്ട് പറയാം. പ്രിയപ്പെട്ടവര്, നമുക്കത് മനസ്സിലാവും. സഹോദരി സിന്ധു എന്ന് പറയുന്ന സഹോദരി 47 വയസ്സാണ്. 27-ാം തീയതി ഫെബ്രുവരി മാസം 27-ാം തീയതി, അതായത് ഈ വർഷം ഫെബ്രുവരി മാസം 27-ാം തീയതി ആശുപത്രിയിൽ പോവുകയും കാരുണ്യ ഹോസ്പിറ്റലിൽ പോവുകയും എക്സ്റേ എടുക്കുകയും ചെയ്തു. എക്സ്റേ നോക്കിയ ഡോക്ടർ പറഞ്ഞു ഡിസ്കുകൾ ബൾജ് ആയിട്ടുണ്ട്. ആ ബൾജ് ചെയ്ത ഡിസ്കുകൾക്കിടയിൽ ഞരമ്പ് അമർന്ന് പിണഞ്ഞ് കിടക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ മംഗലാപുരത്തേക്ക് പോയത്. മംഗലാപുരത്ത് ഓപ്പറേഷൻ സർജറി വേണ്ടി വരും എന്ന് പറയുകയും മംഗലാപുരത്തേക്ക് പോകുന്നതിന് പകരം ഇവിടെ റൈറ്റ് തിരിഞ്ഞ് വഴിമാറിപ്പോയി മംഗലാപുരത്തേക്ക് പോകുന്നതിന് പകരം ആവിലായിലേക്ക് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അന്ന് തന്നെ അരിച്ചാക്കെടുത്ത് നടക്കാൻ പറ്റുന്ന വിധത്തിൽ കർത്താവ് സൗഖ്യം നൽകിയ അച്ഛൻ പറഞ്ഞു കുറച്ച് വ്യാഴാഴ്ചകളിൽ വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ട് പോയി അടുത്ത എക്സ്റേ എടുത്താൽ മതി. ഓപ്പറേഷനിൽ നിന്ന് വന്നതിന് ശേഷം ഈ സഹോദരി വീണ്ടും വരികയും എക്സ്റേ എടുക്കട്ടെ എന്ന് ചോദിച്ചു. കഴിഞ്ഞ 28-ാം തീയതി, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച, ഈ ആഴ്ചയിൽ തിങ്കളാഴ്ച സഹോദരി പോയി. 28-ാം തീയതിയാണ് ഇവിടെ കാണാൻ വന്നത്. ഇവിടെ ഒന്നും കണ്ടതിന് ശേഷം നേരെ ആശുപത്രിയിലേക്ക് പോയി വീണ്ടും എക്സ്റേ എടുക്കുകയും ഇപ്പോൾ ഡിസ്കിന്റെ ബൾജില്ല, ഞരമ്പ് പിണഞ്ഞ് കിടക്കുന്നില്ല, മംഗലാപുരത്ത് പോകേണ്ട ആവശ്യമില്ല, ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന മെഡിക്കൽ റിപ്പോർട്ട് സൗഖ്യം നേരത്തെ കിട്ടിയതാണ്. അപ്പോൾ കിട്ടാനായിട്ട് 2 എക്സ്റേകളും പഴയതും പുതിയതൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ.
പ്രിയപ്പെട്ടവരെ ബൾജ് ചെയ്തിരിക്കുന്ന ഡിസ്കുകളിലേക്ക്, പിണഞ്ഞു കിടക്കുന്ന ഞരമ്പിലേക്ക് കർത്താവ് തന്റെ വചനമയച്ച്, തന്റെ ചൈതന്യമയച്ച് സുഖപ്പെടുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. കാറ്റും കടലും ശാന്തമായത് യേശുനാമത്തിൽ, പാപം നീങ്ങി സൗഖ്യം നേടിയ യേശുനാമത്തിൽ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് സാന്ദ്ര, ഞാൻ കാരാവൂർ തന്നെയാണ് താമസിക്കുന്നത്. എൻ്റെ മകൻ ഏടിന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അവന് ഒരു 2.5 വയസ്സായപ്പോൾ കണ്ടിന്യൂസ് ഇങ്ങനെ ഫീവറുകൾ വരുന്നു, വന്നു പോയി അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഒരു 5-8 മാസമായപ്പം ഒരു സിവിയർ ആയിട്ടൊരു ഫീവർ വന്നു. അത് ന്യൂമോണിയ ആണോ എന്ന് ഡോക്ടേഴ്സ് സംശയിച്ച് അങ്ങനെ എക്സ്റേ എടുത്ത് നോക്കിയപ്പം അഡിനോയിഡ് ഹൈപ്പർട്രോഫിയാണ്. അത് ഭയങ്കര പ്രോമിനന്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം പിന്നെ ഒരു ടിമ്പാനോഗ്രാം ചെയ്ത് നോക്കിയപ്പോൾ അത് കേൾവിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നു. അപ്പം എമർജൻസി ആയിട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം മെഡിസിനിൽ പോകുന്നതിനേക്കാൾ സാധാരണ ആ ഒരു ഏജിലുള്ള പിള്ളേർക്ക് വരുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇത്ര കാണാറില്ല. ഇവന്റെ കേസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് സർജറി ഇല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ സർജറി ചെയ്തു. ഞാൻ ആബ്സനച്ചനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചായിരുന്നു. അങ്ങനെ സർജറിക്ക് ശേഷം സർജറി സക്സസ് ആയി വന്നു. അത് കഴിഞ്ഞ് ഡോക്ടേഴ്സ് പറഞ്ഞു 3 മാസം കഴിഞ്ഞ് ഒന്നുകൂടെ ഹിയറിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കണം, കാരണം അതിനെ അഫക്ട് ചെയ്തില്ല, അത് നോർമലായോ തിരിച്ചെന്നറിയാൻ വേണ്ടി. അങ്ങനെ 3 മാസത്തിന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. ഇത് ചെയ്യാനില്ലെങ്കിൽ എന്ത് ചെയ്യും, ഹിയറിംഗ് ഇടയ്ക്ക് വെച്ച് നടക്കേണ്ടി വരുമോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ. അങ്ങനെ 3 മാസത്തിന് ആ ടെസ്റ്റ് ചെയ്തു, അതും വളരെ നോർമലായി വന്നു. അതിനുശേഷം ഇവന് 3 വയസ്സിന് മുമ്പ് ഇവന് അമ്മ അപ്പ ടാറ്റ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇവന്റെ സ്പീച്ച് കംപ്ലീറ്റ് ആയിട്ട് പോയി. പിന്നെ ഇവന് 3 വയസ്സ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാതെ ഇവനായിട്ടൊന്നും പറയുന്നില്ല. അത് മാത്രമല്ല ഞാൻ പറയുന്ന കാര്യം ഇവന് മനസ്സിലാകുന്നില്ലെന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ സംശയം ഡോക്ടേഴ്സിനോട് പറഞ്ഞു. ഡോക്ടർ ഒരു തെറാപ്പി സെന്ററിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ ടെസ്റ്റിൽ അവർ പറഞ്ഞു 3 വയസ്സായെങ്കിൽ ഇവന് 18 മാസത്തിന്റെ സ്പീച്ചേ വന്നിട്ടുള്ളൂ, ഓട്ടിസത്തിന്റെ സിംറ്റംസ് ഇവന് കാണുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ഞാൻ സംശയിക്കുന്നുണ്ട് ഇതിന് ഓട്ടിസത്തിന്റെ ആണോ, കാരണം ഇവൻ പേര് വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ എനിക്ക് ഈ മുറിവേനാളെ കൊല്ലുന്ന പറയുന്ന പോലെ എനിക്ക് കുറച്ച് ഇതിനെ കുറിച്ച് അറിയാം, ബാക്കി കാര്യങ്ങളുള്ള നമ്മുടെ ആദ്യം കൂടെ ആകുമ്പോഴത്തേക്കും വല്ലാത്ത ടെൻഷൻ. അങ്ങനെ അത് കഴിഞ്ഞ് സ്പെഷ്യലിസ്റ്റിനെ പോയി കണ്ടു. അപ്പം സ്പെഷ്യലിസ്റ്റ് പറഞ്ഞു ഇവന് വിർച്വൽ ഓട്ടിസത്തിന്റെ സയൻസ് ആണ് ഇവൻ കാണിക്കുന്നത്, സ്ക്രീനൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ടായിരിക്കും. പക്ഷെ ഇവൻ അങ്ങനെ വലിയ സ്ക്രീനൊന്നും കണ്ടിട്ടില്ല, എന്നാൽ പോലും അതായിരിക്കാം റീസൺ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ പ്രശ്നം റാപ്സനച്ചനോട് ഞാൻ പറഞ്ഞു. പിന്നെ റാപ്സനച്ചൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അപ്പം വേറൊരു ഡോക്ടറോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മോണ്ടിസോറി സ്കൂളുകളിൽ വിട്ടാൽ ഈ പ്രശ്നം. വേറൊരു ഡോക്ടറോട് ചോദിക്കുമ്പോൾ അവർ പറയും അതല്ല, അത് ഏത് സ്കൂൾ വിട്ടാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ എല്ലാ സിംറ്റംസ് ഒരുപോലെ ആയിരിക്കും. അപ്പം എനിക്കൊരു കാര്യം പൊതുവെ ഈ പ്രശ്നത്തിന് മെഡിസിൻ കൊണ്ടൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റത്തൊന്നുമില്ല. പിന്നെ പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ കാരണം ഇങ്ങനത്തെ എന്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് 2010 ദൈവം എനിക്കൊരു പ്രത്യേക അത്ഭുതം കാണിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ കുർബാന മധ്യേ വെച്ചാണ് പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം വന്നു കഴിയുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും പരിഹാരം നമ്മൾ ചോദിച്ചില്ലെങ്കിൽ ദൈവം നടത്തി തരുന്നതിന് എനിക്കത് കുർബാന മധ്യേ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പിന്നെ റാപ്സനച്ചൻ പറഞ്ഞ പോലെ 101 പ്രാവശ്യം യേശുനാമം ജപവും 33 പ്രാവശ്യം ഞാൻ ആശ്രയിക്കുന്നുവെന്ന് പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയിട്ടുണ്ട്. അങ്ങനെ പല പ്രാവശ്യം ഞാൻ റാപ്സനച്ചൻ ഈ ആവശ്യത്തിന് വേണ്ടി വന്ന് കണ്ടു പ്രാർത്ഥിച്ചു. റാപ്സനച്ചൻ ശരിയായിക്കോളൂ എന്ന് പറയും. എന്നാലും എത്ര നാളുകൊണ്ട് ശരിയാവും എന്നൊരു ആൻസർ കൂടി കേട്ട് സമാധാനത്തോടെ നടക്കാമല്ലോ. കാരണം ഇവൻ 3 വയസ്സ് കഴിഞ്ഞ് 4 വയസ്സായ പിന്നെ ഇത് മറ്റുള്ള ആളുകൾ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് നോട്ടീസ് ചെയ്യുന്നത് എന്റെ കൊച്ചിന് ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത് കേൾക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അത് മാത്രമല്ല ഇവന് വേണ്ടി ഞാൻ ഈ അൾത്താരയിൽ വെച്ച് സാക്ഷ്യം ഓൾറെഡി പറഞ്ഞതാണ്. ഇവൻ ജനിച്ച സമയത്ത് 1 കിലോ മാത്രമുള്ള സമയത്താണ് ഇവൻ ജനിച്ച 30ാമത്തെ ആഴ്ചയിൽ അത്ഭുത ശിശുവായ ദൈവത്തിന് ഞാൻ സാക്ഷ്യം പറഞ്ഞു. അപ്പൊ കർത്താവ് ഈ മകന്റെ 2 വലിയ പ്രയാസങ്ങൾ, ഒന്ന് ഹിയറിംഗ് ഡെഫിഷ്യൻസി, 2 സ്പീച്ച് ഡിലേ, 3ാമതായിട്ട് ഓട്ടിസ്റ്റിക് ടെൻഡൻസീസ്. ഇത് 3ഉം അല്ലേ, ഇത് 3ഉം കർത്താവ് ഇവിടെ വരികയും നിരന്തരം വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി
ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, കുഞ്ഞിനെ നന്നായിട്ട് കേൾക്കാൻ ഇവിടെ വന്നാൽ വരുമ്പോൾ ഈ കൊച്ചിങ്ങനെ നിൽക്കില്ലായിരുന്നു. ഇവിടെ ഇങ്ങനെ ഓടി നടക്കുന്ന അവസ്ഥയിലാണ് കൊച്ചു വന്നത്. 3 വയസ്സ് പ്രായമുള്ളപ്പോഴും ഒന്നും സംസാരിക്കാതിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് പ്രയാസമുള്ള അവസ്ഥ. അങ്ങനെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ കുഞ്ഞിന് അറ്റൻഷൻ ഡെഫിഷ്യൻസി ഇല്ല, സ്പീച്ച് ഡിലേ ഇല്ല, ഹിയറിംഗ് ഡെഫിഷ്യൻസി ഇല്ല, ഓട്ടിസ്റ്റിക് ടെൻഡൻസികളില്ലാതെ കർത്താവ് പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടെ കുഞ്ഞിനെ ഇവിടെ നിർത്തിയിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഇന്നലെ പറഞ്ഞല്ലേ പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യമായതുകൊണ്ടാണ് ചന്ദ്ര ഈ സമയം അനുവദിച്ചത്. കൈയടിച്ച കർത്താവിന് നന്ദി പറയാം. കാറ്റും കടലും ശാന്തമായ യേശുനാമത്തിൽ പാപം നീ സൗഖ്യം നേടിയ യേശുനാമത്തിൽ. ഈശോയ്ക്ക് നന്ദി. എൻ്റെ പേര് അനീഷ. ഞാൻ പാലങ്ങാട് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മോനുണ്ടായി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ആണ് അറിയുന്നത് അവൻ ഇൻറ്റെസ്റ്റൈനൽ മാൽന്യൂട്രീഷൻ പ്ലസ് വൾവുലസ് മിഡ്ഗട്ട് വൾവുലസ് എന്ന കണ്ടീഷനാണ്. അതായത് അവൻ്റെ ചെറുകുടലിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ പൂർണ്ണമായും നിലച്ചിരുന്നു. ചെറുകുടൽ ചുറ്റിപ്പിടിഞ്ഞായിരുന്നു കിടന്നിരുന്നത്. ഫസ്റ്റ് സർജറി കഴിഞ്ഞപ്പോൾ സർജൻ പറഞ്ഞു ഇവന്റെ ചെറുകുടൽ പൂർണ്ണമായും ദ്രവിച്ചു പോയി, ഇനിയൊന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല എന്ന്. പക്ഷേ ഫസ്റ്റ് സർജറി കഴിഞ്ഞ് അപ്പോൾ സർജൻ ഞങ്ങളോട് പറഞ്ഞു ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് കട്ട് ചെയ്ത് കളയുക, ബാക്കിയുള്ള ഭാഗം കൂട്ടി ജോയിപ്പിക്കുക. അങ്ങനെ ചെയ്താൽ തന്നെ അവൻ 1-2 ആഴ്ച മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ. ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ചെയ്യണ്ട, ബാക്കി എന്താണോ സർജന് ചെയ്യാൻ കഴിയുന്നത് അത് മാത്രം ചെയ്താൽ മതിയെന്ന്. അപ്പൊ സർജൻ തിരിഞ്ഞു പോയതിനെ നേരെ ഇടുകയും അങ്ങോട്ട് സലൈൻ വാഷ് ചെയ്ത് ആർട്ടറിയും വെയിനോടുള്ള ബ്ലഡ് സപ്ലൈ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പൊ സർജൻ പറഞ്ഞു ഇനി 3 ദിവസം കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ബ്ലഡ് സർക്കുലേഷൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്ക് റീലുക്ക് സർജറി ചെയ്ത് നോക്കിയാൽ മാത്രമേ അങ്ങോട്ട് സർക്കുലേഷൻ ഉണ്ടോ എന്ന് അറിയുള്ളൂ എന്ന് പറഞ്ഞു. റീലുക്ക് സർജറിയുടെ തലേദിവസം ഞാൻ ഇവിടെ വരികയും റാംസനെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. അച്ഛൻ ഒരു 1.5 മണിക്കൂറുള്ള ഒരു ആരാധന യൂട്യൂബിൽ എടുത്തു തരികയും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ഈശോയെ അങ്ങയുടെ കരുണയെ ഞാൻ ആശ്രയിക്കുന്ന പ്രാർത്ഥന 33 പ്രാവശ്യം ചെല്ലാൻ പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞ് നടക്കേണ്ട റീലുക്ക് സർജറി ആയിരുന്നു. പല കാരണത്താൽ അത് 5 ദിവസത്തോട്ട് മാറി. 5-ാം ദിവസം റീലുക്ക് സർജറിക്ക് മുമ്പ് സർജൻ എന്നെ ഫോൺ വിളിച്ചു പറഞ്ഞു ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യും, അത് ക്ലോസ് ചെയ്യും, വേറെ ഒന്നും എനിക്ക് ചെയ്യാനില്ല. പിന്നെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സർജറി ചെയ്യുക, അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. സർജറിക്ക് ശേഷം സർജൻ എന്നെ വീണ്ടും ഫോൺ വിളിച്ചു പറഞ്ഞു അവന്റെ അങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് അത് അവന് പാല് കൊടുത്തു നോക്കുകയും അവൻ മോശം പാസ് ചെയ്യുകയും ചെയ്തു. അതോടെ സർജൻ പറഞ്ഞു ഇനി ഒന്നും കൊണ്ട് പേടിക്കാനില്ല, എന്റെ കഴിവല്ല, ഇത് ദൈവത്തിന്റെ എന്തോ ഒരു അത്ഭുതം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ സംഭവിച്ചത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ രക്ഷപ്പെടുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെ കുറേ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ആരും ഇങ്ങനെ സർജറിക്ക് വേണ്ടി ട്രൈ ചെയ്തൊന്നും നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഒത്തിരി പിള്ളേർ ഈ ഒരു കണ്ടീഷൻ കാരണം മരിച്ചു പോയിട്ടുണ്ട്. സർജൻ ചോദിച്ചു ഞാനിത് മെഡിക്കൽ റെക്കോർഡിലോട്ട് കൊടുത്തോട്ടെ, കാരണം ഒത്തിരി ഡോക്ടർമാർക്ക് അത് റെഫർ ചെയ്യുകയും അതുമൂലം ഒത്തിരി കുഞ്ഞുങ്ങളെ ഈ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാനും സാധിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു തടസ്സവും ഇല്ല, അത് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പം കഴിഞ്ഞ ആഴ്ചയും കൂടെ പോയി ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി, ഇതുവരെ ഒരു കുഴപ്പവും അവനില്ല. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിൽ നിന്ന്, അതായത് കുഞ്ഞ് സർജറി ചെയ്താൽ 2 ആഴ്ച കഴിയുമ്പോൾ മരിക്കും അല്ലേ? സർജറി 2-3 ആഴ്ച സർജറി ചെയ്തില്ലെങ്കിൽ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ അത്രയും നാൾ 2 ആഴ്ച, കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഉടനെ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞ് സർജറി ഒക്കെ ചെയ്താൽ 2 ആഴ്ച കഴിയുമ്പോൾ അപ്പോൾ വേണമെന്ന് തീരുമാനിച്ചാൽ മതി.
എന്ന് പറയുന്ന ഒരു മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയല്ല, മരണത്തിൻ്റെ തന്നെ താഴ്വരയിൽ നിന്ന് ഇനി ഒന്നും ബാക്കിയില്ല എന്ന കുഞ്ഞിനെ വെന്റിലേറ്ററിലാക്കിയിട്ടാണ് സഹോദരി ഇവിടെ വന്നത്. കുഞ്ഞ് വെന്റിലേറ്ററിൽ ഏതാശുപത്രിയിലാണ്? കണ്ണൂർ ആസ്റ്റർ മിംസിൽ. കുഞ്ഞ് ഒരു ദിവസം ജനിച്ചിട്ട് 2-3 ദിവസം മാത്രം പ്രായമായിട്ടുള്ള കുഞ്ഞ് അവിടെ വെന്റിലേറ്ററിൽ കിടക്കുന്നു. അമ്മ പള്ളിയിൽ ഇവിടെ ഇരുന്ന് 10-60 കിലോമീറ്റർ ദൂരെയുള്ള ആവിലയിൽ ഇരുന്ന് 1.5 മണിക്കൂറിൻ്റെ രോഗസൗഖ്യ ആരാധന കൂടുന്നു. ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നുവെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുഞ്ഞിന് അവിടെ സൗഖ്യം നൽകുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് അസാധ്യമായത്, മനുഷ്യൻ എഴുതിത്തള്ളിയത്, മനുഷ്യൻ തീർന്നു എന്ന് പറഞ്ഞിടത്തു നിന്ന് കർത്താവ് കുഞ്ഞിനെ ഒരു അത്ഭുത സാക്ഷ്യമാക്കി, മറ്റുള്ളവർക്ക് പഠിക്കാനുള്ള ഒരു മെഡിക്കൽ റെക്കോർഡാക്കി കർത്താവ് കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ദ്രവിച്ചുപോയി എന്ന് പറഞ്ഞത് കർത്താവ് ഇപ്പോൾ അത് പുതിയത് സ്ഥാപിച്ചിരിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ, ഈശോയേ. അതിന്റെ മെഡിക്കൽ റിപ്പോർട്ടുകളാണ് ഇവിടെയുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ ഈ അമ്മയുടെ വിശ്വാസത്തെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വെന്റിലേറ്ററിൽ കുഞ്ഞ് കിടക്കുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ പുറത്തൊരു കസേര ഇട്ടിരുന്നിട്ട് അടഞ്ഞു കിടക്കുന്ന ICU നോക്കി ഇങ്ങനെ ഇരിക്കും, അല്ലേ? അതിന് പകരം അവിടെ നോക്കി അടഞ്ഞു കിടക്കുന്ന വാതില് നോക്കിയിരിക്കുന്നതിന് പകരം തുറന്നു കിടക്കുന്ന വാതിലുള്ള, തുറന്ന ഹൃദയമുള്ളവന്റെ തിരുമുഖം കണ്ടുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് ജീവൻ ആ തുറന്ന ഹൃദയത്തിൽ നിന്ന് അടഞ്ഞ വാതിലിന്റെ ഉള്ളിലേക്ക് അയച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, കൈയടിച്ച് നന്ദി പറയാ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. നിന്റെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ ഉണ്ടെങ്കിൽ, അടഞ്ഞു കിടക്കുന്ന വാതിലിന്റെ ഉള്ളിലേക്ക് ജീവൻ കൊടുക്കണമെങ്കിൽ നീ തുറന്നു കിടക്കുന്ന ഹൃദയമുള്ളവന്റെ തിരുമുഖം കണ്ടുകൊണ്ടിരുന്ന് അവന്റെ നാമം നിലവിളിച്ചപേക്ഷിച്ചു കൊണ്ടിരുന്നാൽ മതി. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അത്ഭുതങ്ങൾ അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാമുണരാമുണരാ. വിളിച്ച ഈശോയേ. അച്ഛനാവണോ ഈശോയെന്ന് വിളിച്ച? വായ തുറന്നിട്ടുണ്ട്. ദിവ്യകാരുണ്യത്തിൽ നിന്ന് കണ്ണെടുക്കാത്ത ഉണ്ടോ? അതാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.